ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഏതാണെന്ന് നോക്കാം. എല്ലാവർക്കും ഒരു പരാതിയുണ്ട്, എപ്പോഴും ക്രീം കേക്കാണ് കാണിക്കുന്നത് എന്നുള്ളത്. ഞാൻ ടീ കേക്ക് ഒരുപാട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പ്ലം കേക്ക് കാണിച്ചിട്ടുണ്ട്, ബനാന കേക്ക് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾക്ക് 1.25 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു കപ്പ് 250 ml ഒരു കപ്പാണ് കേട്ടോ. ഇനി 1/4 കപ്പ്, 1/4 കപ്പ്, 1.25 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം അരിക്കൊന്നും വേണ്ട, ഒരൊറ്റ പ്രാവശ്യം അരിച്ചാൽ മതിട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് അരിച്ചതിന് ശേഷം ഒന്ന് വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറിൽ ഒരു 3 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. ഡയറക്റ്റ് ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സാധാ എഗ് ബീറ്ററിലാണെങ്കിൽ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ഫ്ലഫി ആയിട്ടൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നോർമലായിട്ട് ഒന്ന് ആ പഞ്ചസാര അലിഞ്ഞ് കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി എഗ് ബീറ്ററോ സ്റ്റാൻഡ് മിക്സറോ ഒന്നും ഇല്ലാത്തവർ സാധാ വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് സ്റ്റാൻഡ് മിക്സറിൽ ഇട്ടുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് പാലും അതുപോലെ തന്നെ പശുവിൻ നെയ്യാണ് കേട്ടോ. ഇത് 1/2 കപ്പ് എടുക്കണം. അപ്പോൾ ഇത് മസ്റ്റായിട്ടും 1/2 കപ്പ് തന്നെ എടുക്കണം. അതുപോലെ തന്നെ ഡാൽഡ ഐറ്റംസ് എടുക്കരുത് കേട്ടോ. ഈ ഒരു നല്ല മിൽമയുടെ നെയ്യോ അല്ലെങ്കിൽ നമ്പീഷ്യൻസ് നല്ല പശുവിൻ നെയ്യ് എടുക്കാൻ, അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ നെയ്യ്, അത് 1/2 കപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് പ്രത്യേകം പറയാൻ കാരണം, നിങ്ങൾ ഡാൽഡൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല. അപ്പം നല്ല പശുവിൻ നെയ്യ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾക്ക് കുറേശ്ശെയായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ളത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പാലും അതുപോലെ തന്നെ നമ്മൾ നെയ്യും കൂടെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സ്മെല്ല് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മൾ നോർമൽ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ഇട്ട് അങ്ങ് ബീറ്റ് ചെയ്യാറാണല്ലോ ചെയ്യാറ്. ഇപ്പോൾ ഓയിലാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുമിച്ചുകൊണ്ട് ബീറ്റ് ചെയ്യില്ലേ. അപ്പോൾ ഇത് ലാസ്റ്റ് ഇങ്ങനെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇടവിട്ടിട്ട് പാലും അതുപോലെ നെയ്യും മൈദ കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്ററല്ല, കുറച്ച് തിക്ക് ബാറ്റർ തന്നെയാണ് കേട്ടോ കിട്ടാറ്. പിന്നെ ഓവർ സ്പഞ്ചി ആയിട്ടുള്ള ഒരു കേക്കല്ല, കുറച്ച് തിക്കായിട്ടുള്ള നമ്മൾക്ക് ടീ കേക്കായിട്ട് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പരുവാണ്. അപ്പോൾ ഞാനിത് ബാറ്റർ കലക്കിയിട്ട് കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് ബേക്കായിട്ട് വരുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ല സ്മെല്ലാണ്. ഓവണില്ലാത്തവർക്ക് നോർമൽ നമ്മളെ പാനിൽ വെച്ചിട്ടോ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുകൾ വശം ഒട്ടുന്ന ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും, എങ്കിൽ കൂടി കേക്ക് നിങ്ങൾ ഉണ്ടാക്കാതെ പോകരുത്. അങ്ങനെ ഇതാ ഫുള്ളായിട്ട് തന്നെ നമ്മൾ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വിസ്ക് മാറ്റിയിട്ട് നമ്മളെ സ്പാച്ചിൽ വെച്ച് നോക്കാം. ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു മാവ് നല്ല കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഗ്രീസ് ചെയ്തിട്ടുള്ള മോൾഡിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ ബ്രെഡ് ലോഫൊക്കെ ഉണ്ടാക്കണ മോൾഡ് ഉണ്ടല്ലോ, ആ ഒരു മോൾഡ് ഉണ്ട് എൻ്റെ കയ്യിൽ, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിതിൽ ടീ കേക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവും കാണാൻ. അതാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 8 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ പാനോ റൗണ്ട് പാനോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാനിൽ ഇതുപോലൊരു മൂടിയൊക്കെ ഉണ്ട്. നമ്മൾ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന നേരത്ത് മുകൾ വശം കരിഞ്ഞ് പോവാതിരിക്കാനാണ് തോന്നുന്നത് ഇതിനൊരു മൂടിയൊക്കെ ഉണ്ട്. ഞാനിതിൽ ബ്രെഡൊന്നും ട്രൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഇത് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒഴുകി വരുന്ന ആ ഒരു പരുവം കണ്ടാൽ മനസ്സിലാവും നല്ല കട്ടിക്കുള്ള ബാറ്ററാണ്. അതുപോലെ നല്ല യെല്ലോ കളർ, നമ്മളെ നെയ്യിൻ്റെ നല്ലൊരു കളറും ഉണ്ട്. ഇനി നമ്മൾക്ക് ഇത് പ്രീഹീറ്റ് ചെയ്ത്, ഞാനിത് ഓവനിലാണ് കേട്ടോ ചെയ്യുന്നത്. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമ്മൾ 180 ഡിഗ്രിയിൽ നോർമൽ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുമ്പം അതിനനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 30 മിനിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ബേക്ക് ചെയ്തിട്ട് വരാം.
അപ്പോൾ അതാ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് കുറച്ച് ഹൈറ്റുള്ള മുകളിലോട്ട് ഹൈറ്റ് ആയിട്ടാണല്ലോ എൻ്റെ ഒരു പാന്, അതുകൊണ്ട് തന്നെ എനിക്കിത് 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ബേക്കായിട്ട് കിട്ടാനായിട്ട്. നല്ല സ്മെല്ലാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ചൂടോടുക്കെ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. ടീ കേക്കൊക്കെ നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആ പെർഫെക്ഷൻ മുകളിലൊക്കെ കിട്ടാറിട്ടാ. അതുപോലെ തന്നെ നമുക്ക് മുകൾ വശം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല, ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇനി ഓവണില്ലാന്ന് കരുതിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാതൊന്നും ഇരിക്കേണ്ട കേട്ടോ. ഗ്യാസ് സ്റ്റോപ്പിലോ പോട്ടിലൊക്കെ ഇറക്കിയിട്ട് നോൺ സ്റ്റിക്ക് പോട്ടിലൊക്കെ വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഈസി ആയിട്ട് ഈവനിങ്ങിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്, ഗീ കേക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരും. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. അതുപോലെ നമ്മളെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.